ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു വൃദ്ധ ദമ്പതികൾ എന്തോ ഗൂഢാലോചന നടത്തുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. അവർ അവരുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്ന ഒരു യുവതിയെ കാത്തിരിക്കുകയായിരുന്നു. അല്പസമയത്തിനു ശേഷം ആ യുവതി എത്തിയതോടെ ഇരുവരും ചേർന്ന് ആ യുവതിയെ ബലമായി വീട്ടിലേക്ക് പിടിച്ചുകൊണ്ടുവരികയാണ്. ഈ സമയത്ത് വൃദ്ധ ഗർഭിണിയായിരുന്ന ആ യുവതിയുടെ കുഞ്ഞിനെ ശ്രദ്ധിക്കാനായി പറയുന്നുണ്ടായിരുന്നു. വൃദ്ധ വാതിലടയ്ക്കുകയും ഭർത്താവ് ലിഫ്റ്റ് ഉപയോഗിച്ച് ആ യുവതിയെ മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവർ ആ യുവതിയുടെ വായ മൂടിക്കെട്ടിയിരുന്നു. ഈ സമയത്തൊരു കുട്ടി അവളുടെ മുഖത്ത് സ്പർശിക്കുന്നുണ്ടായിരുന്നു. അവൾ എഴുന്നേറ്റതോടെ ആ ഒരു കുട്ടി അവളെ അഭിവാദ്യം ചെയ്തു. യുവതി ഉണർന്നുവെന്ന് വൃദ്ധ തൻ്റെ ഭർത്താവിനെ വിളിച്ചറിയിച്ചു. അതോടെ ആ വൃദ്ധയുടെ ഭർത്താവ് അവിടേക്കെത്തി. തൻ്റെ പേര് ഓഡ്രി എന്നാണെന്നും ഭർത്താവിൻ്റെ പേര് ഹെൻറി എന്നാണെന്നും വൃദ്ധ അവളോട് പറഞ്ഞു. ഞങ്ങൾ നിന്നെയോ നിന്റെ കുഞ്ഞിനെയോ ഉപദ്രവിക്കില്ലെന്ന് ഓഡ്രി അവളെ അറിയിച്ചു. ചുറ്റിലും പരിശോധിക്കാനായി പിന്നീട് ഓഡ്രി ഹെൻറിയെ വീടിന് പുറത്തേക്ക് അയച്ചു. ഈ ഒരു സമയത്ത് യുവതി പ്രാണരക്ഷാർത്ഥം അലറി വിളിക്കുകയാണ്. പുറത്തുണ്ടായിരുന്ന ഹെൻറി പുറത്തേക്ക് ശബ്ദമൊന്നും വരുന്നില്ലെന്ന് ഭാര്യയെ അറിയിച്ചു. നിങ്ങൾക്കെന്നിൽ നിന്നും എന്താണ് വേണ്ടതെന്ന് ബന്ധിയാക്കപ്പെട്ട ഷാനൻ എന്ന ആ ഒരു യുവതി അവരോട് ചോദിച്ചു. മരിച്ചുപോയ ഞങ്ങളുടെ കൊച്ചുമകനെ തിരിച്ചു കൊണ്ടുവരാനാണ് ഞങ്ങളിതെല്ലാം ചെയ്യുന്നതെന്ന് ഓഡ്രി അവളെ അറിയിച്ചു. മുറിയിലുള്ള ആ കുട്ടിയാണോ നിങ്ങളുടെ പേരക്കുട്ടിയെന്ന് ഷാനൻ അവളോട് അന്വേഷിച്ചു. അതേയെന്നും അവൻ മരിച്ചതാണെന്നും ഓഡ്രി അവളോട് പറഞ്ഞു. മരിച്ചുപോയിരുന്ന ആ ഒരു കുട്ടിയെ ഷാനന് മാത്രമാണ് കാണാനായി സാധിച്ചിരുന്നത്. പിന്നീട് ഓഡ്രി ആ ഒരു മുറിയിൽ പാട്ടുവെച്ചു. അവളെ അവിടെ തനിച്ചാക്കിക്കൊണ്ട് ഓഡ്രി ആ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. നമ്മുടെ പേരക്കുട്ടിയായ ജാക്സൺ അവനെ ഷാനനെ കാണിച്ചു കൊടുത്തുവെന്ന് ഓഡ്രി ഹെൻറിയോട് പറഞ്ഞു. പിന്നീട് ഹെൻറി വീട്ടിൽ നിന്നും ജോലിക്ക് പോവുകയാണ്. ഈ സമയത്ത് അയാൾ അവിടേക്ക് മഞ്ഞു മാറ്റാൻ വന്നിരുന്ന റോറി എന്ന യുവാവിനെ കണ്ടിരുന്നു. അതേസമയം ഓഡ്രി ഷാനനെ വിറ്റാമിനുകളടങ്ങിയ ഗുളികകൾ കൊടുക്കുകയായിരുന്നു. ആ നേരം ഓഡ്രി ഷാനൻ്റെ പോക്കറ്റിൽ നിന്നും അവളുടെ ഫോണും കുറച്ച് ഗുളികകളും എടുത്തിരുന്നു. പിന്നീട് ഓഡ്രി തൻ്റെ കണ്ണട എടുക്കാനായി റൂമിൽ നിന്നും പുറത്തുപോയി. ഈ തക്ക തന്നെ ഷാനൻ തൻ്റെ ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിക്കാനായി ശ്രമിച്ചു. എന്നാൽ ഞൊടിയിടയിൽ തന്നെ ഓഡ്രി അവിടേക്ക് തിരിച്ചെത്തുകയും ആ ഫോൺ പിടിച്ചു വാങ്ങുകയുമാണ്. അവിടെ സ്ഥാപിച്ചിരുന്ന ഒളിക്യാമറയിലെ വീഡിയോ നോക്കി ഓഡ്രി ആ ഫോൺ അൺലോക്ക് ചെയ്തു. ശേഷം ഓഡ്രി അവളുടെ സോഷ്യൽ മീഡിയയിൽ കയറി അവളൊരു പുരുഷനെ കാണാൻ പോവുകയാണെന്ന് സന്ദേശമിട്ടു. സന്തോഷത്തോടെ ഓഡ്രി താനത് ചെയ്തുവെന്ന് ഹെൻറിയെ വിളിച്ചറിയിച്ചു. ഡോക്ടറായിരുന്ന ഹെൻറിയോട് അവൻ്റെ അസിസ്റ്റൻ്റ് ഷാനനെക്കുറിച്ച് ചോദിച്ചു. അവളുടെ ഡെലിവറിയുടെ ഡേറ്റ് ആവാറായെന്നും ഉടനെ തന്നെ അവൾ ഇവിടേക്ക് വരുമെന്നും അയാൾ മറുപടി നൽകി. ശേഷം കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള രംഗങ്ങളാണ്. ഓഡ്രിയുടെ കയ്യിലുണ്ടായിരുന്ന പുരാതനമായ ഒരു മാന്ത്രിക പുസ്തകം ഉപയോഗിച്ച് അതിലെ മന്ത്രങ്ങൾ ചൊല്ലി ഓഡ്രി ചത്ത കാക്കയെ പുനർജീവിപ്പിക്കുകയാണ്. ഈ സംഭവത്തോടു കൂടിയാണ് അവളുടെ മന്ത്രവാദങ്ങളിൽ ഹെൻറിയും വിശ്വസിച്ച് തുടങ്ങിയത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്കെത്തിയ ഹെൻറി തൻ്റെ ഭാര്യയെയും കൂട്ടി സാത്താനെ ആരാധിക്കാനായി പോവുകയാണ്. ഈ ഒരു സമയത്ത് അവർ അവിടെ ഉണ്ടായിരുന്ന ലെൻ എന്ന യുവാവിനെ കണ്ടിരുന്നു. ലെന്നും ആ ഒരു പുരാതനമായ പുസ്തകം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഈ പുസ്തകത്തെക്കുറിച്ച് ആരോടും പറയരുതെന്ന് താക്കീത് നൽകിക്കൊണ്ട് ഓഡ്രി അത് ലെന്നിനെ കൈമാറി. ശേഷം അവരേവരും ചേർന്ന് സാത്താൻ ആരാധന ആരംഭിച്ചു. ശേഷം കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള രംഗങ്ങളാണ്. ഗർഭിണിയായ ഷാനൻ ഡോക്ടറായ ഹെൻറിയെ കാണാനായി വന്നിരിക്കുകയാണ്. തന്നെ ഒരാൾ ചതിച്ചു മുങ്ങിയതാണെന്നും അതിനാൽ തന്നെ ഈ ഗർഭത്തിൽ എനിക്ക് സന്തോഷമില്ലെന്നും അവൾ ഹെൻറിയോട് പറഞ്ഞിരുന്നു. ഹെൻറി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതായി നടിച്ചു. ഈ സമയത്ത് ഹെൻറി ഞാൻ ശരിയായ ആളെ കണ്ടെത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഓഡ്രിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അന്ന് ഹെൻറി ക്ലിനിക്കിലെ ആവശ്യങ്ങൾക്കാണെന്നും പറഞ്ഞുകൊണ്ട് ഷാനൻ്റെ ഒരു ഫോട്ടോ എടുത്തിരുന്നു. ഈ ഒരു ഫോട്ടോ ഷാനനെ ബന്ദിയാക്കിയിരുന്ന റൂമിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ഷാനൻ രക്തം ഛർദ്ദിച്ചുകൊണ്ട് ഉണർന്നു. അങ്ങനെ അവൾ ഓഡ്രിയും ഹെൻറിയും അവിടെ ചെയ്തിരുന്ന പൈശാചികമായ ആചാരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഇതിനോടകം തന്നെ ഓഡ്രിയും ഹെൻറിയും ചേർന്ന് അവിടേക്ക് സാത്താനെ വിളിച്ചു വരുത്തിയിരുന്നു. ആചാരത്തിൻ്റെ ഭാഗമായി ഹെൻറിയും ഓഡ്രിയും കയ്യിൽ മുറിവുണ്ടാക്കി ആ രക്തം താഴെ വച്ചിരുന്ന ഹൃദയത്തിലേക്ക് ഒഴുക്കി. ശേഷം അവർ മന്ത്രവാദങ്ങൾ ഉച്ചരിച്ചതോടെ ആ മുറിയിലെ വസ്തുക്കളെല്ലാം ഇളകുവാൻ ആരംഭിച്ചു. അല്പസമയത്തിനകം തന്നെ ജാക്സൺ അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് ജാക്സൺ ഓഡ്രിക്ക് നേരെ കൈ ചൂണ്ടുകയും അപ്രത്യക്ഷനാവുകയും ചെയ്തു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ഭൂതം
ഷാനിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. അല്പസമയത്തിനു ശേഷം ആ ഒരു ഭൂതം അപ്രത്യക്ഷമായി. ഉടൻ തന്നെ ഓഡ്രിയും ഹെൻറിയും ചേർന്ന് കുട്ടിയുടെയും ഷാനിൻ്റെയും ഹൃദയമിടിപ്പ് പരിശോധിച്ചു. അത് ജാക്സന്റെ ഹൃദയമിടിപ്പാണെന്നും അവളുടെ വയറ്റിൽ ഇപ്പോൾ ഉള്ളത് ജാക്സനാണെന്നും ഓഡ്രി അഭിപ്രായപ്പെട്ടു. എന്നാൽ ഹെൻറിക്ക് അതിലത്ര ഉറപ്പുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ ഹെൻറി ഉണരുമ്പോൾ ഓഡ്രി അവൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. അവൻ കുളിമുറിയിലേക്ക് നോക്കി. അവിടെ ഒരു സ്ത്രീ പല്ലു തേച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓഡ്രിയാണെന്നാണ് ഹെൻറി കരുതിയിരുന്നത്. എന്നാൽ ഈ നേരത്താണ് ഓഡ്രി ഹെൻറിയെ ഫോണിൽ വിളിക്കുന്നത്. അപ്പോഴാണ് അവിടെയുള്ളത് ഓഡ്രിയല്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യം അയാൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു സമയത്തും ആ സ്ത്രീ പല്ലു തേച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ത്രീ ഹെൻറിയുടെ പക്കലേക്ക് തിരിഞ്ഞു നടന്നു. ഈ ഒരു കാഴ്ച കണ്ട് ഹെൻറി ഭയചകിതനായി. ഈ ഒരു നേരത്താണ് ഓഡ്രി ഹെൻറിയുടെ പക്കലേക്ക് എത്തുന്നത്. അതോടുകൂടി ആ ഒരു സ്ത്രീ അപ്രത്യക്ഷയായി. പിന്നീട് ഹെൻറി ക്ലിനിക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥ അവനെ കാണാനായി എത്തി. വെല്ലോസ് എന്ന ആ ഉദ്യോഗസ്ഥ ഷാനനെ കാണാനില്ലെന്ന് അവനോട് പറഞ്ഞു. ഞാൻ അവളുടെ അപ്പോയിൻമെൻറ്റുകൾ റദ്ദാക്കിയിരുന്നുവെന്ന് ഹെൻറി വെല്ലോസിനോട് കള്ളം പറഞ്ഞു. ഇത് കേട്ട് ഹെൻറിയുടെ അസിസ്റ്റൻ്റ് അദ്ദേഹം മറന്നതാകുമെന്നും അവൾ എവിടേക്ക് വരുമെന്ന് ഹെൻറി തന്നോട് പറഞ്ഞിരുന്നതായും പോലീസ് ഉദ്യോഗസ്ഥയോട് വെളിപ്പെടുത്തി. ഇത് കേട്ട് വെപ്രാളത്തിലായ ഹെൻറി കാണാതായ ദിവസം ഷാനൻ തൻ്റെ വീടിൻ്റെ സമീപത്ത് കൂടി നടന്നു പോകുന്നതായി താൻ കണ്ടുവെന്ന് വെലോസിനോട് പറഞ്ഞു. അതോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥയായ വെലോസിനെ ഹെൻറിയെ സംശയമായി. ഈ സംഭവങ്ങളെല്ലാം ഭീതിയോട് ഹെൻറി ഓഡ്രിയെ വിളിച്ചറിയിച്ചു. നിങ്ങളെന്ത് മണ്ടത്തരമാണ് കാണിച്ചതെന്നും ചോദിച്ചുകൊണ്ട് ഓഡ്രി ഹെൻറിയോട് ദേഷ്യപ്പെട്ടു. ഈ ഒരു സമയത്താണ് വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം ഓഡ്രി കേൾക്കാനിടയാവുന്നത്. അങ്ങനെ ഓഡ്രി വീടിൻ്റെ വാതിൽ തുറക്കുകയാണ്. പുറത്ത് ട്രക്ക് ആൻഡ് ട്രീറ്റ് ചോദിച്ചുകൊണ്ട് നിഗൂഢമാർന്ന രൂപത്തിൽ ഒരു കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഭീതിയോടെ ഓഡ്രി ഉടൻ തന്നെ വീടിൻ്റെ വാതിൽ അടച്ചു. ഉടൻ തന്നെ വീടിൻ്റെ പിൻവാതിലിൽ ആരോ മുട്ടി. പിൻവാതിൽ തുറന്നു നോക്കി അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം അവിടെയും ആ ഒരു കുട്ടിയുടെ പ്രേതമുണ്ടായിരുന്നു. അവളത് അടച്ചുടൻ തന്നെ വീടിനുള്ളിലെ മറ്റൊരു ഡോറിലും ആ ഒരു പ്രേതം മുട്ടാൻ ആരംഭിച്ചു. ഭീതിയോടെ ഹെൻറിയെ വിളിക്കാനായി അവൾ മുകളിലേക്ക് ഓടി. ഈ സമയത്ത് ആ പ്രേതവും മുകളിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടൻ തന്നെ അവൾ ഹെൻറിയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു. പിന്നീട് പേടിച്ചരണ്ട ഓഡ്രി വീട്ടിലുണ്ടായിരുന്ന ലിഫ്റ്റിലേക്ക് ഓടി. എന്നാൽ ആ ഒരു ലിഫ്റ്റിനകത്തും ആ പ്രേതത്തിൻ്റെ ഭീമാകാരമായ മറ്റൊരു പതിപ്പുണ്ടായിരുന്നു. അത് അവൾക്കു നേരെ പാഞ്ഞെടുത്തെങ്കിലും പെട്ടെന്ന് അതൊരു തൂവാലയായി നിലത്ത് വീഴുകയാണ്. പിന്നീട് അവൾ ഷാനൻ്റെ പക്കലേക്ക് ചെന്നു. എന്തിനാണ് നിലവിളിച്ചതെന്ന് ഷാനൻ ഓഡ്രിയോട് ചോദിച്ചു. ഇത് കേട്ട് എൻ്റെ മകൾ എന്നെ കാണാൻ വന്നതാണെന്ന് ഓഡ്രി ഷാനനെ മറുപടി നൽകി. ശേഷം ഓഡ്രി ഷാനനെ ബന്ദിയാക്കിയിരുന്ന റൂമിൽ നിന്നും തിരിച്ചുപോയി. ഈ നേരത്താണ് ഷാനൻ കട്ടിലിനരികിൽ ഒരാൾ ശ്വാസം കിട്ടാതെ പിടയുന്നതായി കാണുന്നത്. പിന്നീട് അയാൾ വിചിത്രമായ ഭാവത്തിൽ എഴഞ്ഞുകൊണ്ട് ഷാനൻ്റെ പക്കലേക്ക് വരികയാണ്. ഭീതിയോടെ അവൾ നിലവിളിച്ചപ്പോൾ ആ മനുഷ്യൻ ഗർഭിണിയായിരുന്ന അവളുടെ വയറ്റിൽ കടിച്ചു. നിലവിളി കേട്ട് ഓഡ്രി ആ റൂമിലേക്ക് ഓടിയെത്തി. അതോടുകൂടി വിചിത്രമായ ആ ഒരു മനുഷ്യൻ ഓഡ്രിയുടെ പക്കലേക്ക് ഓടി വരികയാണ്. ഈ ഒരു സമയത്താണ് ഹെൻറി അവിടേക്ക് എത്തുന്നത്. എന്നാൽ ഹെൻറി അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ അവിടെ ആരെയും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആചാരത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് ദമ്പതികൾ ആകുലതപ്പെട്ടു. ശേഷം കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള രംഗങ്ങളാണ്. അന്ന് ഔചാരിതമായൊരു ദിവസം ഹെൻറി വീടിൻ്റെ സമീപത്ത് വെച്ച് ഷാനനെ കണ്ടുമുട്ടിയിരുന്നു. കുട്ടിയുടെ പിതാവ് എല്ലാം അംഗീകരിച്ചെന്നും അതിനാൽ തന്നെ ഇനി ഭയപ്പെടേണ്ടതില്ലെന്നും സന്തോഷത്തോടെ അവൾ അന്ന് ഹെൻറിയോട് പറഞ്ഞിരുന്നു. പിന്നീട് ഒരു ദിവസം റോറി വീണ്ടും ഹെൻറിയെ കാണാനായി വരികയാണ്. ഷാനനകത്തുള്ളതിനാൽ ഉടൻ തന്നെ ഹെൻറി പുറത്തേക്കിറങ്ങി. തൻ്റെ ഭാര്യ കുട്ടികളെയും കൂട്ടി തന്നെ ഉപേക്ഷിച്ച് പോയെന്നും അവൾ തൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കുമെന്നും വിഷമത്തോടെ റോറി ഹെൻറിയോട് പറഞ്ഞു. പിന്നീട് റോറി ഹെൻറിയുടെ വീടിൻ്റെ പരിസരം വൃത്തിയാക്കാനൊരുങ്ങുകയാണ്. ഈ നേരത്ത് നമ്മൾ ആചാരം തെറ്റിച്ചെന്നും ജാക്സൺ എവിടെയില്ലെന്നും പറഞ്ഞ് ഓഡ്രി വിഷമത്തിലായിരുന്നു. എന്നാൽ ഈ സമയത്ത് റോറി നിങ്ങളെല്ലാം ശരിയായി ചെയ്തുവെന്നും ജാക്സൺ ഇവിടേക്ക് മടങ്ങി വരുമെന്നും അവരോട് വിളിച്ചു പറയുകയാണ്. ഉടനെ റോറി
ആ ഒരു മെഷീനിനുള്ളിലേക്ക് തലവെച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. ഈ ഒരു ദാരുണമായ കാഴ്ച കണ്ട് ഓഡ്രിയും ഹെൻറിയും ഞെട്ടിത്തിരിച്ചു. പിന്നീട് ഓഡ്രി ഷാനനെ വൃത്തിയാക്കാനായി അവളുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. ഓഡ്രി പിന്നീട് ഷാനൻ്റെ കൈവിലങ്ങഴിച്ച് അവൾക്ക് വേദനിക്കാതിരിക്കാനായി ആ വിലങ്ങിൽ തുണി ചുറ്റി. കുഞ്ഞിനെ കിട്ടിയതിനു ശേഷം തന്നെ കൊല്ലുമോ എന്ന് ഓഡ്രി ഷാനനോട് ചോദിച്ചു. ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കില്ലെന്ന് ഓഡ്രി അവൾക്ക് മറുപടി നൽകി. ഈ സമയത്ത് ഓഡ്രി തൻ്റെ മക്കളും അവളുടെ കുട്ടിയായ ജാക്സനും കാർ അപകടത്തിൽപ്പെട്ട സംഭവത്തെക്കുറിച്ച് ഷാനനോട് പറയുകയായിരുന്നു. ജാക്സൺ തൽക്ഷണം മരിച്ചുവെന്നും മാരകമായ പരിക്കുകളോടെ തൻ്റെ മകൾ രക്ഷപ്പെട്ടിരുന്നെന്നും ഓഡ്രി അവളെ അറിയിച്ചു. എന്നാൽ പിന്നീട് ജാക്സനെ കാണാനാവാത്ത വിഷമത്തിൽ അവൾ വീൽചെയറിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് ഓഡ്രി വിഷമത്തോടെ ഷാനനെ അറിയിച്ചു. ഈ സമയത്ത് ഹെൻറി റോറിയുടെ മൃതശരീരം വനത്തിൽ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഹെൻറിക്ക് വെലോസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥയിൽ നിന്നും ഫോൺ കോൾ വരുന്നത്. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുമെന്ന് വെലോസ് അവനോട് പറഞ്ഞു. ഇത് കേട്ടുടൻ തന്നെ ഹെൻറി വീട്ടിലേക്ക് പായുകയാണ്. അതേനേരം തൻ്റെ പക്കലേക്കെത്തിയ ഓഡ്രിയോട് ഷാനൻ ജാക്സൻ്റെ അമ്മയാവാൻ തന്നെ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. നിങ്ങളുടെ മരണശേഷവും ഞാൻ അവനെ നോക്കാമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല ഞാൻ ചെയ്യാമെന്നും അവൾ ഓഡ്രിയോട് പറഞ്ഞു. ഇന്നലെ ഒരു സമയത്ത് വെലോസ് അവരുടെ വീട്ടിലേക്കെത്തി വാതിൽക്കലിൽ മുട്ടിയിരുന്നു. അതോടെ ഓഡ്രി വാതിൽ തുറക്കാനായി ആ റൂമിൽ നിന്നും പുറത്തു പോവുകയാണ്. ഹെൻറി വീട്ടിലേക്ക് ഓടിയെത്തിയെങ്കിലും ഇതിനോടകം തന്നെ വെലോസ് അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഷാനനെ പൂട്ടിയിട്ടിരുന്ന റൂമിൽ വെലോസ് അവനെ കാത്തിരിക്കുകയായിരുന്നു. ഈ നേരത്തെല്ലാം വെലോസ് ഓഡ്രിയെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ്. വെലോസ് ഹെൻറിയോട് മുട്ടുകുത്തി നിൽക്കാനായി നിർദ്ദേശിച്ചു. ഈ നേരം ഷാനൻ തൻ്റെ വിലങ്ങുകൾ അഴിക്കാനായി വെലോസിനോട് അപേക്ഷിക്കുകയായിരുന്നു. അവൾക്ക് നേരെ തിരിഞ്ഞ വെലോസ് പൊടുന്നനെ സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തു. ഉടൻ തന്നെ ഓഡ്രിയും ഹെൻറിയും ചേർന്ന് വെലോസിൻ്റെ മൃതശരീരം ആ റൂമിൽ നിന്നും നീക്കി. റോറിയെ അടക്കം ചെയ്ത അതേ സ്ഥലത്ത് ഹെൻറി അവളെയും അടക്കം ചെയ്തു. അടുത്ത ദിവസം ഷാനൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഓഡ്രി ഹെൻറിയെ അറിയിക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് ലാൻ അവിടേക്ക് കയറി വരുന്നത്. അവർ കൊടുത്തിരുന്ന ആ ഒരു മാന്ത്രിക പുസ്തകത്തെക്കുറിച്ച് ലാൻ അവരോട് സംസാരിക്കുകയാണ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ പുസ്തകമാണെന്ന് ലാൻ അവരോട് പറഞ്ഞു. നിങ്ങളെന്താണ് ചെയ്തതെന്ന് എന്നെ കാണിക്കാനായും ലാൻ അവരോട് നിർദ്ദേശിച്ചു. അവർ ആ പുസ്തകത്തിലെ ആചാരങ്ങൾ ചെയ്തപ്പോൾ ശുചീകരണ സ്ഥലത്തേക്കുള്ള വാതിൽ തുറന്നെന്നും ഇനി അവിടെയുള്ള പ്രേതങ്ങളെല്ലാം ഇവിടേക്ക് വരുമെന്നും ലാൻ വിശദീകരിച്ചു. ആ പ്രേതങ്ങൾ ഒരു ആതിഥേയനെ തിരയുമെന്നും നിങ്ങൾ ബന്ദിയാക്കിയിട്ടുള്ള ആതിഥേയനെ എനിക്ക് കാണിച്ചു തരണമെന്നും ലാൻ അവരോട് പറഞ്ഞു. അങ്ങനെ അവർ ലാനിനെ ഷാനൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ സമയത്ത് ജാക്സൺ അവിടെയുണ്ടോ എന്ന് അവർ ലാനിനോട് ചോദിച്ചിരുന്നു. ലാനിന് ജാക്സനെ കാണാനായി സാധിച്ചിരുന്നില്ല. ഉണ്ടാകാമായിരിക്കാമെന്ന് അയാൾ മറുപടി നൽകി. ഈ പുസ്തകം നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കേണ്ടി വരും. മാത്രവുമല്ല ഷാനനെ ബലി കൊടുക്കണം. $1000 തരികയാണെങ്കിൽ ആചാരം നടത്താൻ താൻ തയ്യാറാണെന്ന് ലാൻ അവരെ അറിയിച്ചു. മറ്റു പ്രേതങ്ങളെ അകറ്റാൻ നമുക്ക് ഷാനിന് ചുറ്റും ഒരു വലയം തീർക്കേണ്ടി വരുമെന്നും അയാൾ അവരോട് പറഞ്ഞിരുന്നു. ആ രാത്രിയിൽ ഓഡ്രിയും ഹെൻറിയും ചേർന്ന് ഷാനിന് ചുറ്റും ഉപ്പുകൊണ്ട് രക്ഷാവലയം തീർത്തു. ജാക്സൻ്റെ അമ്മയായി ജീവിക്കാനുള്ള ആശയത്തെക്കുറിച്ച് ഷാനൻ ഹെൻറിയോട് പറഞ്ഞു. അതൊന്നും ശരിയാവില്ലെന്നും ഞാൻ പിശാചുമായി ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ടെന്നും ഹെൻറി അവൾക്ക് മറുപടി നൽകി. ജാക്സൺ മരിക്കുമ്പോൾ കാർ ഓടിച്ചിരുന്നത് ഓഡ്രി ആയിരുന്നുവെന്ന് അയാൾ അവളോട് വെളിപ്പെടുത്തി. ഞാൻ അവൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും ഹെൻറി ഷാനനോട് പറഞ്ഞു. ഈ നേരത്ത് വെലോസിൻ്റെ പ്രേതം അവിടേക്കെത്തി സ്വയം നിറയൊഴിക്കുകയാണ്. പിറ്റേന്ന് ലാൻ ബേസ്മെൻറ്റിലിരുന്ന് ആ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. ഈ സമയത്ത് ലാനിൻ്റെ അമ്മ ഭക്ഷണം കഴിക്കാനായി അവനെ വിളിച്ചിരുന്നു. വളരെ ദേഷ്യത്തോടെയാണ് ലാൻ ആ സമയത്ത് അമ്മയുടെ പക്കലേക്ക് പോയിരുന്നത്. പിന്നീട് ലാൻ ആചാരം ചെയ്യാനായി ഹെൻറിയുടെ വീട്ടിലേക്ക് ചെന്നു. ഈ നേരത്ത് വെലോസിൻ്റെ പ്രേതം അവൻ്റെ പുറകിലൂടെ വന്ന് സ്വയം നിറയൊഴിച്ചു വീഴുകയാണ്. രാത്രി മുഴുവൻ അവളിത് ചെയ്യുന്നുണ്ടായിരുന്നുവെന്ന് ഹെൻറി അവനോട് പറഞ്ഞു. ആചാരത്തിനായി ചെല്ലേണ്ട മന്ത്രവാക്കുകളെക്കുറിച്ച് ലാൻ ദമ്പതികൾക്ക് നിർദ്ദേശം നൽകി. ഈ നേരത്ത് വെലോസ് അങ്ങോട്ടേക്കെത്തി വീണ്ടും സ്വയം നിറയൊഴിച്ചു. അല്പസമയത്തിനു ശേഷം വെലോസിൻ്റെ പ്രേതം വീണ്ടും അവിടേക്കെത്തി. പിന്നീട് ഹെൻറിയും ലാനും ചേർന്ന് വീടിൻ്റെ പുറത്തേക്ക് പോയി. അവർ വീടിൻ്റെ ചുറ്റിലും
ആചാരത്തിൻ്റെ ഭാഗമായുള്ള ചില വസ്തുക്കളെല്ലാം സ്ഥാപിക്കുകയാണ്. ഷാനനെ കൊല്ലേണ്ട കർമ്മം ചെയ്യേണ്ടത് നിങ്ങളാണെന്ന് ലാൻ ഹെൻറിയോട് പറഞ്ഞു. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാം മരിക്കുമെന്നും ലാൻ ഹെൻറിയെ ഓർമ്മിപ്പിച്ചു. ഈ നേരം മുറിയിൽ ഓഡ്രി സാത്താൻ്റെ ചിഹ്നം വരയ്ക്കുകയായിരുന്നു. അത് കണ്ട ഷാനൻ അവളുടെ ശ്രദ്ധ തിരിക്കാനായി ശ്രമിച്ചു. ഷാനൻ കുറച്ച് ഭക്ഷണം ചോദിച്ചു. അതെടുക്കാനായി ഓഡ്രി റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. ഈ ഒരു തക്കത്തിനെ ഷാനൻ തൻ്റെ കയ്യിലെ വിലങ്ങ് അഴിച്ചിരുന്നു. പിന്നീട് അവൾ അവിടെ ഇരുന്നിരുന്ന കുറച്ച് വെള്ളമെടുത്ത് തൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചു. ശേഷം അവൾ തൻ്റെ വെള്ളം പോയെന്നും പ്രസവം അടുത്തെന്നും നടിച്ച് അലറി വിളിച്ചു. ഈ ഒരു കാഴ്ച കണ്ട് തെറ്റിദ്ധരിച്ച് ഓഡ്രി ഉടൻ തന്നെ ഹെൻറിയെ അകത്തേക്ക് വിളിച്ചു. അങ്ങനെ ഹെൻറിയും ലാനും ആ ഒരു റൂമിലേക്ക് ഓടിയെത്തി. ലാൻ അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അറിയാതെ അവൻ്റെ കാൽ തട്ടി സംരക്ഷണ രേഖ തകർന്നിരുന്നു. ജാക്സൺ അവിടെയുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് ഓഡ്രി ആശങ്കാകുലയായി. അതോടെ ലാൻ ആ ഒരു പുസ്തകമെടുത്ത് മന്ത്രവാക്കുകൾ ഉച്ചരിക്കുകയാണ്. ഈ നേരത്ത് ഹെൻറിക്ക് അവരുടെ ആരാധനാലയത്തിലെ പുരോഹിതയിൽ നിന്നും ഒരു സന്ദേശം ലഭിച്ചു. അവർ വരച്ചിരുന്ന പൈശാചികമായ ആ ഒരു ചിഹ്നം തിളങ്ങുന്നത് കണ്ട് നമ്മുടെ ആചാരങ്ങൾ ഫലിച്ചു തുടങ്ങിയെന്ന് ലാൻ വിളിച്ചു പറഞ്ഞു. ലാൻ തൻ്റെ അമ്മയെ കൊന്ന് ചില ചിഹ്നങ്ങളെല്ലാം വരച്ചിരുന്നുവെന്ന് പുരോഹിതയെ ഫോൺ വിളിച്ചതിൽ നിന്നും ഹെൻറിക്ക് ബോധ്യമായി. ലാനിനെ എന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾ ഓഡ്രിയോട് പറഞ്ഞു. എന്നാൽ ലാൻ ആചാരങ്ങൾ തുടരാനായി വിളിച്ചു പറയുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഷാനൻ ഓഡ്രിയെ പിടികൂടുകയും അവൾ പൊട്ടിച്ചിരുന്ന ഗ്ലാസിൻ്റെ കഷ്ണമെടുത്ത് ഓഡ്രിയെ കൊല്ലുമെന്നും പറഞ്ഞ് ഹെൻറിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ വിലങ്ങുകൾ അഴിക്കാനായി അവൾ ഹെൻറിയോട് പറഞ്ഞു. എന്നാൽ അത് ചെയ്യരുതെന്ന് ലാൻ വിളിച്ചു പറയുകയാണ്. പക്ഷേ ഓഡ്രിയുടെ ജീവൻ രക്ഷിക്കാനായി ഹെൻറിക്ക് അത് ചെയ്യേണ്ടി വന്നു. അവളുടെ വിലങ്ങുകൾ അഴിച്ചത് കണ്ട് കോപാകുലനായ ലാൻ ഓഡ്രിയെ കുത്തി. ശേഷം ലാൻ മന്ത്രവാദ ചടങ്ങുകൾ തുടരുകയാണ്. ഈ സമയത്ത് ഷാനൻ രക്ഷപ്പെടാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താമസിയാതെ തന്നെ ഓഡ്രി ഹെൻറിയുടെ കൈകളിൽ കിടന്ന് മരണമടഞ്ഞു. ഉടനെ ചിരിച്ചുകൊണ്ടൊരു പ്രേതം അവിടേക്ക് കടന്നു വരികയും ലാനിനെ പിടിച്ചുകൊണ്ട് പോവുകയുമാണ്. രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ഷാനൻ മരണവെപ്രാളത്തിലുള്ള ലാനിൻ്റെ നിലവിളി ശബ്ദം കേട്ടിരുന്നു. ഈ നേരത്ത് മുൻപ് അവളുടെ പക്കലേക്ക് വന്നിരുന്ന അതേ പ്രേതം വീണ്ടും അവൾക്കരികിലേക്ക് എത്തുകയാണ്. ഈ നേരത്ത് ഹെൻറി തനിക്ക് മാപ്പ് തരണമെന്ന് അവളോട് വിളിച്ചു പറഞ്ഞു. ഈ നേരത്ത് ഓഡ്രിയുടെ ശരീരത്തിൽ നിന്നും എന്തോ ഒന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങുകയും അത് കണ്ട് ഷാനിനെ ആക്രമിച്ചിരുന്ന പ്രേതം ഭയന്ന് വിറച്ചോടുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഹെൻറിയുടെ ശരീരത്തിൽ നിന്നും എന്തോ ഒന്ന് പുറത്തേക്ക് വരാനൊരുങ്ങുകയാണ്. അതോടെ ഷാനൻ ഭയന്ന് വിറച്ച് പുറത്തേക്കോടി. റൂമിൽ നിന്നും പുറത്തേക്കെത്തിയവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രേതത്തെ കാണുകയും അതിൻ്റെ പക്കൽ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയുമാണ്. മുൻപ് അവിടേക്ക് വന്നിരുന്ന മറ്റു 2 പ്രേതങ്ങൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. ആ പ്രേതങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായവൾ അവിടെ ഉണ്ടായിരുന്ന വാതിലടച്ച് ഓടിമാറി. ഇതേ സമയം ഓഡ്രിയുടെയും ഹെൻറിയുടെയും ശരീരത്തിൽ നിന്നും ഒരു പിശാച് പുറത്തേക്ക് വന്നിരുന്നു. രക്ഷപ്പെടുന്നതിനിടെ ഷാനൻ പുറത്ത് കിടന്നിരുന്നൊരു വാഹനത്തിൻ്റെ താക്കോൽ കാണാനിടയായി. എന്നാൽ ഈ ഒരു സമയത്ത് ഞാൻ നിന്നെ രക്ഷിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരിയായ വെലോസിൻ്റെ പ്രേതം അവളുടെ പക്കലേക്ക് വരികയാണ്. പിന്നീട് വെലോസിൻ്റെ പ്രേതം സ്വയം നിറയൊഴിച്ച് നിലത്ത് വീണു. ഇതേ സമയം ആ ഒരു പിശാച് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിയിരുന്നു. ഷാനൻ പുറത്തിറങ്ങിയപ്പോൾ അവിടെ റോറിയുടെ പ്രേതം നിൽക്കുന്നുണ്ടായിരുന്നു. ഷാനൻ അവൻ്റെ അരികിലൂടെ വാഹനത്തിൻ്റെ പക്കലേക്ക് നീങ്ങി. ഈ ഒരു സമയത്ത് അവൾ വീട്ടിൽ നിന്നും ജാക്സൺ തന്നെ നോക്കുന്ന കാഴ്ച കണ്ടിരുന്നു. ഈ നേരത്ത് റോറി അവളുടെ പക്കലേക്ക് എത്തിയെങ്കിലും ഷാനൻ ഒരു വിധത്തിൽ വാഹനം ഓടിച്ചു പോവുകയാണ്. കാട്ടിലൂടെ പാഞ്ഞു പോകുന്ന സമയത്ത് റോഡിൽ എന്തോ ഒന്ന് നിൽക്കുന്നതായി അവൾ കാണുകയാണ്. ഭീതിയോടെ സൂക്ഷിച്ചു നോക്കി അവൾക്ക് അത് ഹെൻറിയുടെയും ഓഡ്രിയുടെയും ശരീരത്തിൽ നിന്നും പുറത്തിറങ്ങിയിരുന്ന ആ ഒരു പിശാചാണെന്ന് മനസ്സിലായി. ആ പിശാചിന് ഒരു ഗർഭിണിയുടെ രൂപമായിരുന്നു. ഈ നേരത്ത് ഷാനൻ്റെ വയറ്റിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. ഈ ഒരു രംഗം കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.